കോഴിക്കോട് വിദ്യാർത്ഥികളെ കയറ്റാത്തതിൽ ബസ് തടഞ്ഞ് ഹോംഗാർഡ്. റോഡിൽ കിടന്നായിരുന്നു ഹോംഗാർഡ് ബസ് തടഞ്ഞത്. കുന്നമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിയ എന്ന ബസ്സാണ് തടഞ്ഞത്. വിവരങ്ങളുമായി ദിൽഷ തിലകനാണ് ചേരുന്നത്. ദിൽഷ, തീർത്തും നീതിപൂർവമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഹോംഗാർഡിന്റെ പ്രതിഷേധം ഉണ്ടായത് എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? അതിലെങ്ങനെയായിരുന്നു ബസ് ജീവനക്കാരുടെ പ്രതികരണം? തീർച്ചയായിട്ടും സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ നീതിപൂർവമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ജീവിതത്തിൽ സ്കൂൾ ടൈമിലൊക്കെ തന്നെ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കും ഇത്. സ്വകാര്യ ബസ്സുകാർ വിദ്യാർത്ഥികളെ കയറ്റാതെ ബസ് സ്റ്റോപ്പിൽ നിർത്തുക പോലും ചെയ്യാതെ പോവുക എന്നുള്ളത്. ഇതിലാണ് ഇപ്പോൾ ഹോംഗാർഡിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കുന്നമംഗലത്താണ് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡ് റോഡിൽ കിടന്നുകൊണ്ട് ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചത്. ട്രാഫിക്കിന് കീഴിലുള്ള പെരുവയൽ സ്വദേശിയായിട്ടുള്ള നാഗരാജ് എന്ന ഹോംഗാർഡാണ് പ്രതിഷേധിച്ചത്. റോഡിൽ കിടന്നായിരുന്നു പ്രതിഷേധം. വിദ്യാർത്ഥികളെ കയറ്റിയിട്ടില്ല എങ്കിൽ തൻ്റെ നെഞ്ചത്തൂടെ ബസ് കയറ്റി ഇറക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വിദ്യാർത്ഥികളും അവിടെ കണ്ടു നിന്നിരുന്ന നാട്ടുകാരെല്ലാം തന്നെ ഈ ഒരു പ്രതിഷേധത്തിനിടെ കൈയടിക്കുന്നതെല്ലാം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഏറ്റവും നീതിപൂർവമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണെന്ന് പറയാം. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സാധി. കാരണം കോഴിക്കോട് കുന്നമംഗലത്തെ മർക്കസ് ബസ് സ്റ്റോപ്പിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മർക്കസ് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് സമീപത്തായിട്ട് ഒട്ടനവധി സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിലെല്ലാം വിദ്യാർത്ഥികൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ഇവിടേക്കാണ് വരിക. നിരവധി തവണ ഇവിടെ ഹോംഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിട്ട് കൂടി ഇത്തരത്തിൽ ബസ്സുകാർ ഈ ഒരു സംഭവം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഹോംഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിട്ട് കൂടി കുട്ടികളെ കയറ്റാതെ ബസ് സ്റ്റോപ്പിൽ നിർത്തുക കൂടി ചെയ്യാതെ സ്വകാര്യ ബസ് ജീവനക്കാർ അത്തരത്തിലുള്ള അതിക്രമമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നിരവധി തവണ സ്വകാര്യ ബസ്സുകൾക്കെതിരെ പിഴ എടുക്കുന്നതടക്കമുള്ള സംഭവങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് കൂടി ഇത്തരത്തിലുള്ള ശരി ദിൽഷ, എന്തായാലും തീർത്തും നീതിപൂർവമായ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ഈ ഒരു പ്രതിഷേധം.